ബോധേണ്ടില്ല തറവിന് പൊട്ടി ചടിച്ചടിച്ചടി പൊട്ടി നല്ല വെയിറ്റ്. ഹലോ ഗായ്സ്, ഈ ബോധേണ്ടിയുടെ ചട്ടി താഴെ വീണ് പൊട്ടി ഗായ്സ്. ഇതെന്താന്നല്ലേ, ഇന്നലെ ഒരു പെരുമഴ വന്നപ്പോൾ എൻ്റെ ഒരു പ്ലാന്റ് ഇങ്ങനെ ആയിപ്പോയി ഗായ്സ്. പ്ലാന്റിനൊന്നും കുഴപ്പമൊന്നുമില്ലെങ്കിലും എൻ്റെ ആ പ്ലാന്റിൻ്റെ ചട്ടി നോക്കിയ ചട്ടി നല്ല വിഷമമുണ്ട്. കണ്ടോ, പൊട്ടിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര വെയിൽ, നല്ല വിഷമമാണ് ഗായ്സ്. എൻ്റെ ബോധൻ വില്ലയുടെ ചെടീൻ്റെ ചട്ടി പൊട്ടിപ്പോയി ഗായ്സ്. ഇന്ന് രാവിലെയാണ് നമ്മൾ കണ്ടത്. നമ്മളെ വീട്ടിലെ രാത്രിയാണ് മഴ പെയ്തത്. ഇന്ന് രാവിലെ അറിഞ്ഞു പറ്റിയപ്പോൾ ഒരു ചെടി ഇങ്ങനെ ബോധൻ വില്ല ചെടി നമ്മളെ വീട്ടിൽ ഇങ്ങനെ മറിഞ്ഞു കിടത്തുന്ന റോഡിലേക്ക് കണ്ടോ. ബാക്കി ഒരു ചെടുത്തും അങ്ങനെ തുറപ്പൊന്നുമില്ലെങ്കിലും ഈ ചെടി എന്താന്തോ മറിഞ്ഞു പോയി ഗായ്സ്. നല്ല നല്ല വിഷമമുണ്ട്. നീ ഓരോ ചെടികളിട്ട് എൻ്റെ വല്ല തുഴപ്പുണ്ടോ എന്ന് ചെത്തി നോക്കാം. തുഴപ്പ് കണ്ടോ. അതുമാത്രമല്ല, ഒരു സാധനം കാണിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഈ 25 ചട്ടികളിലും പയർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പയർ വിത്ത് മണ്ണിൻ്റെ അടിയിലുണ്ട് പോയി കേട്ടോ. കണ്ടോ, മണ്ണിൻ്റെ അടിയിൽ തുഴിഞ്ഞു പോയോ എന്തോട്ടോ. തുഴിഞ്ഞാണ് ഇപ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ ഗായ്സ്. ഉണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ചിലപ്പുണ്ട് എന്തെങ്കിലും, മറ്റേടൊന്നും കാണുന്നില്ല ഗായ്സ്. മറ്റൊക്കെ തുഴിഞ്ഞു പോയി കണ്ടോ, വിത്ത് കിടത്തുന്നത്. ഇതിലൊന്നും കാണുന്നില്ല ഗായ്സ്. ഇപ്പോൾ ചിലതിലൊന്നും കാണുന്നില്ല ഗായ്സ് വിത്തുകളൊക്കെ. ഇന്നലെ രാത്രി പെരുമഴ വന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് തന്നെ. നല്ല ഹാപ്പി ആയിരുന്ന ചെടികളൊക്കെയാണ് ഗായ്സ് ഇതൊക്കെ. കണ്ടോ, ഞാൻ ചിന്നോട്ടത്തിൽ നിന്ന് വരാം. നമ്മുടെ തത്തുടുവിന് വല്ലതും പറ്റിയെന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത്. തത്തുടു ഫ്ലവറിന്നത്തെ ആയല്ലേ. നല്ല വെയിലുണ്ട് ഗായ്സ്. ഇത് മാത്രമല്ല, ഇത് കണ്ടോ, ഇങ്ങോട്ടൊന്നും മഴ വരത്തില്ലെങ്കിലും ചെറിയൊരു ഇതൊക്കെ വരത്തില്ലേ, ചെറുതായിട്ട് വാടിയെത്തിപ്പോണ്ട്. എന്താണോ എന്തോ ചെറിയ ചെടികൾക്കൊന്നും ഒരു ഉഷാറില്ല ഗായ്സ്. ചെടികൾക്കൊന്നും ഒരു ഉഷാറില്ലാത്തണത്ത് ഉണ്ടോ. രാവിലെ ഉറങ്ങി നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. നാളെ എന്ത് ചെയ്യേ, വേറെ ചട്ടി മാറ്റി നടാം, അതല്ലേ പറ്റൂ. അപ്പം ഇതിനൊന്നും വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഇതിലൊന്നും ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഇത് എൻ്റെ പേരെന്തായിരുന്നു, എപ്പോഴും ഓർമ്മിച്ചെത്തുന്നതാണ്, ഇപ്പോൾ മറന്നുപോയി ഗൈസ്. ഇത് 2ാമത്തെ തവണ 3ാമത്തെ തവണയോ 4ാമത്തെ തവണയാണ് പൊടിച്ചിരുന്നത്. ഇതിപ്പോൾ ഇത്രയായി. റോസറ്റ് എത്തുന്നുണ്ടോ, ഇതിലെ പൂവെല്ലാം തൊഴിഞ്ഞു പോയോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഉണ്ടോ, പൂവത്തുണ്ടോ ഗൈസ്. ഇതിപ്പോൾ എന്നാലും എൻ്റെ ചട്ടി പൊട്ടിപ്പോയതാണ് എനിക്ക് ഏറ്റവും സങ്കടം ഗൈസ്. കണ്ടോ, എൻ്റെ ചട്ടി ചെറുതായിട്ടൊന്ന് മറിഞ്ഞ ക്യാമറ, സാരമില്ല. കണ്ടോ, എൻ്റെ ചട്ടിയൊക്കെ പൊട്ടിപ്പോയി. നമ്മുടെ ഇത് താഴോട്ടാണ് ഗൈസ് അത് വന്ന് വീണത്. കണ്ടോ, നമുക്ക് ഇവിടെ ചെന്ന് നോക്കിയാലോ. എൻ്റെ ചെമ്പരത്തി തുട്ടന് വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ അയച്ചുന്ന ഭോജനമില്ലാത്ത വല്ലതുണ്ടോ? ഇല്ലല്ലോ.
എനിക്കാണ് ഭയങ്കര വിഷമം. വല്ല ചെടിയും പോയാൽ ഞാൻ തരയുന്ന കൂട്ടത്തിലാണ്. എനിക്ക് അത്രയുള്ള ഇഷ്ടമാണ് എൻ്റെ ചെടികളെ. നമ്മുടെ ചെറിയത്തെ ഇപ്പം ഇങ്ങനെ ചെറിയത്തെ ഇപ്പോൾ പൂവൊന്നും തരുന്നില്ലേ, പൂവല്ല തായൊന്നും തരുന്നില്ലെന്ന് ഞാൻ തോന്നുന്നത്. അങ്ങനെയുള്ള മഴയിലൂടെ ചില്ലകളെ തൊടിഞ്ഞു പോയ ചെറിയ ചുള്ളിത്തുമ്പുകളത്തെ അത് തൊടിഞ്ഞോട്ടെ. ചെറുതായിട്ട് തൊടിഞ്ഞു പോയാലും തൊട്ടില്ല, കൂടുതൽ ഒടിഞ്ഞു പോയാൽ എൻ്റെ അമ്മ ഞാൻ അവിടെ നിന്ന് തിരിയും. എൻ്റെ ചെടിയോ എൻ്റെ ഇതൊക്കെ കണ്ടോ, എന്നിട്ട് മറ്റുള്ളിടത്ത് കണ്ടോ ഇങ്ങനെ നല്ല ക്ലിയറായിട്ട് നല്ല രസമല്ലേ. അമ്മ പറയുന്ന ഉറച്ച് സംസാരിക്കാൻ ചെറുതായിട്ടൊന്ന് പതുക്കെയായിപ്പോയി ഗായ്സ്. ഇത് നമ്മുടെ റോസയാണ്. റോസത്ത് അങ്ങനൊരു തെഴുപ്പവും വരുന്നതല്ല, ഇപ്പോഴും തെഴുപ്പമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഉണ്ടോ ഈ ചെടികളൊക്കെ നിൽക്കുന്നത് ഒരു ഉഷാറില്ലാത്തത്. ഞാൻ അത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ ജയ്സ്. ഉണ്ടോ എൻ്റെ ചെടികൾ? ഈ ചെടികൾക്കൊന്ന് മറിഞ്ഞു പോയി, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ മഴ പെയ്തിട്ട് മറിഞ്ഞു പോയതാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഞാൻ ഈ ഫുള്ള് ചെടികളൊന്ന് കാണിക്കാം. കണ്ടോ ഇവിടെ പോണ്ട ചെടികളത്തെ. ഈ ചെടികളത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അതാണ് സന്തോഷം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പല്ല് വെച്ച് കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അറിഞ്ഞത് ഗാർഡനിലേക്കാണ് ഗായ്സ്. അപ്പോൾ എൻ്റെ ഈ ക്രിസ്മസ് ട്രീയൊക്കെ പോയത് കുറേ നാളുകൊണ്ട് പോയത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്ത വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ സീ യു ഉമ്മ.